മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്തെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്കു നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. എല്ലാവരിൽ നിന്നും ഒരൽപ്പം അകൽച്ച നല്ലതാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ഒരു പ്രശ്നങ്ങൾക്ക് മുന്നിലും തളർന്നു പോകില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കണം. എന്നാൽ എത്ര വലിയ പ്രശ്നവും നമുക്ക് തന്നെ തരണം ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന അന്നാണ് നാം സ്ട്രോങ് ആയി മാറുന്നത്. തനിച്ചാണ് എന്ന് സ്വയം തോന്നിയാൽ മതി, പിന്നെ ഏത് പ്രശ്നവും സ്വയം നേരിടാൻ കഴിയും. സ്നേഹം ഒരു വാക്കല്ല, അത് ഒരു അനുഭവമാണ്. മറ്റൊരാൾക്കും പ്രതിഫലമില്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക, അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. നമുക്ക് ചുറ്റുമുള്ള ചിലരൊക്കെ സത്യത്തിൽ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അതിൽ നമ്മെ പരിഹസിച്ചവർ ഉണ്ടാകും. നമുക്ക് നേരെ വിമർശനങ്ങളുടെ അമ്പുകൾ തൊടുത്തവരുമുണ്ടാകും. സാഹചര്യത്തിന്റെ നിർബന്ധം കൊണ്ടും മനക്കരുത്തുകൊണ്ടും നമ്മൾ അവയൊക്കെ മറികടക്കണം. വിധിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും ചിന്തകൾക്ക് അതീതമാണ്. നമ്മുടെ പ്രകാശം മനസ്സിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മെ തോൽപ്പിക്കാനാകില്ല. പലയിടങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിഞ്ഞു നടക്കാൻ പ്രേരിപ്പിച്ചത് ചില ഇല്ലായ്മകൾ ആയിരുന്നു. ആരുടെയും ജീവിതത്തിൽ അധികാരമോ അവകാശമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഈ നേരവും കടന്നുപോകും എന്നൊക്കെ പറയാനും കേൾക്കാനും നല്ല രസമുണ്ടെങ്കിലും ആ നേരം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പെടുന്ന പാട് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ. ചങ്കെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടന്നവർ ഇന്ന് നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്ന വെറും യന്ത്രങ്ങളായി മാറിയിട്ടുണ്ടാകും. തിരിച്ച് പ്രതികരിക്കാത്തവർ. നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ, സങ്കടപ്പെടുത്തുമ്പോൾ അതുപോലുള്ള വേദനകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. സ്വന്തം വിലാസം എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത്. തീർച്ചയായും നമ്മുടെ പടിവാതിലിലേക്ക് അത് തിരിച്ചു വരും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ള, ഒന്നിന്റെ പേരിലും വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യന്റെ ഹൃദയമാണ്. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന അവഗണനകൾ ഒരു പരിധിവരെ നല്ലതാണ്. അത് നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. നമ്മുടെ ചില ശരികൾ തെറ്റായിരുന്നു എന്നും ചില തെറ്റുകൾ ശരിയായിരുന്നു എന്നും മനസ്സിലാക്കി തരും. പിന്നീട് ആ തെറ്റും ശരിയും ഉൾക്കൊണ്ട് ശരിയായ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആ അവഗണനകൾ ഒരു പാഠമാകും. ചിലരുടെ അകലം നമ്മെ ഒത്തിരി സങ്കടപ്പെടുത്തും. അതേപറ്റി അവരോട് ചോദിച്ചാൽ പറയും, തിരക്കുകൾ കൊണ്ടാണ്, സമയം കിട്ടുന്നില്ല, എല്ലാത്തിൽ നിന്നും ഒന്ന് തിരക്ക് ഒഴിയട്ടെ എന്നൊക്കെ. പക്ഷേ അവരുടെ തിരക്കുകൾ ഒഴിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും. കാലം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് എല്ലാം നിലനിർത്തേണ്ടത്. നമ്മളെ നോക്കുന്നവരെ നമ്മളും നോക്കും, പരിഗണിക്കുന്നവരെ നമ്മളും പരിഗണിക്കും. വില തരുന്നവർക്കു ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കും. ഒരു പുഞ്ചിരിയാണെങ്കിലും തിരികെ നൽകും. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നതും. കൈനിറയെ പണമുള്ളവനല്ല, മനസ്സു നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. താങ്ങാനാവില്ലെന്ന് കരുതിയ പലതിനെയും താങ്ങാനാവുമെന്ന് പഠിപ്പിച്ച ഒന്നാണ് സാഹചര്യം. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്നു നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക, അതാണ് യഥാർത്ഥ സമ്പാദ്യം.
അകന്നു പോകുന്നവരോട് അരുതേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ സൗഹൃദം മടുപ്പായി തോന്നുമ്പോഴാണ് അവർ നമ്മെ വിട്ട് അകലുന്നത്. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വിലയറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്തവ ആയിരിക്കും. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞു നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ്. ഒരു കുഞ്ഞു ഹായ് പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന ചിലരാണ് പിന്നീട് ഒരിക്കലും ഒരു ബൈ പറഞ്ഞു പോകാനാവാത്ത വിധം നമുക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നത്. നീ എന്താ ഒന്നും സംസാരിക്കില്ലേ എന്ന് തുടങ്ങി അതേ ആളോട് തന്നെ ഒന്നും മിണ്ടാതിരിക്കടോ എന്ന് പറയുന്നിടത്തോളം വളർന്നതാണ് പല സൗഹൃദങ്ങളും. എന്നും സ്നേഹത്തോടെ ശല്യപ്പെടുത്തുന്ന ഒരാളെ ഒരു ദിവസം കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഒരു പെണ്ണ് നിന്നോടെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ പ്രണയിക്കുന്നു എന്നല്ല അതിനർത്ഥം, അവൾ നിന്നെ വിശ്വസിക്കുന്നു എന്നാണ്. മറഞ്ഞിരുന്ന് നമ്മെ കുറ്റം പറയുന്നവരിൽ നിന്നും പതുക്കെ അകലുക. തുറന്ന മനസ്സോടെ നമ്മെ ശ്വാസിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളറിയാതെ ഉണ്ടാവുന്നതാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ എന്നും കൂടെ നിർത്തണം. അവരാണ് നമ്മുടെ ശക്തി. മഴ തോരുന്നതുവരെയുള്ളൂ കുടയുടെ ആവശ്യം. മഴ തോർന്നാൽ നനഞ്ഞ കുടയും ഒരു ബാധ്യതയാണ് പലർക്കും. വിശ്വാസത്തിന് മുറിവ് പറ്റിയാൽ പിന്നെ ബന്ധങ്ങൾ വളരില്ല. നിന്നെയോർത്ത് ഇനി ഞാൻ കരയില്ല, നീ എനിക്ക് ഒരു പാഠമാണ്. ഈ ലോകത്ത് ഒന്നിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് എന്നുള്ള വലിയ പാഠം. ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പരം വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകൊട്ടയിലെ പേപ്പറിന്റെ വിലയെ ഉണ്ടാവാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. ഒരു ദേഷ്യത്തിന് 3-4 മിനിറ്റിന്റെ ആയുസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്കും ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾക്കും എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഒരു ആയുസ്സിന്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം.